വിശ്വാസത്തിന്റെ പേരിൽ ഗംഗാനദിയിൽ ടൺ കണക്കിന് നെയ്യ് ഒഴുക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കാൻ തുടങ്ങിയതോടെ വലിയ രീതിയിലുള്ള സംവാദങ്ങൾക്കാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. പുണ്യകർമ്മമെന്ന് അവകാശപ്പെട്ട് ഏകദേശം 165 ലിറ്ററിലധികം നെയ്യാണ് ഭക്തർ നദിയിലേക്ക് ഒഴുക്കിയത്. നദീതീരത്ത് വെച്ച് ആരംഭിച്ച ഈ ചടങ്ങ് പിന്നീട് ബോട്ട് മാർഗം നടുക്കടലിലേക്ക് വ്യാപിപ്പിക്കുകയായിരുന്നു. ക്യാനുകളിൽ കരുതിയിരുന്ന നെയ്യ് ഒന്നിനു പുറകെ ഒന്നായി നദിയിലേക്ക് ഒഴിക്കുമ്പോൾ വെള്ളത്തിന് മുകളിൽ കട്ടിയുള്ള പാട് പോലെ അത് പടരുന്നത് വീഡിയോയിൽ ദൃശ്യമാണ്. ഭക്തിയും വിശ്വാസവും പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടാവണമെന്നും അറിവില്ലായ്മ മൂലം ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ വലിയ പാരിസ്ഥിതിക ദുരന്തങ്ങൾക്ക് വഴിവെക്കുമെന്നുമുള്ള ചർച്ചകളാണ്. ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഈ വക ആചാരങ്ങൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. നദിയിലേക്ക് നെയ്യ് ഒഴിക്കുക, നദിയിലേക്ക് പാലൊഴിക്കുക എന്നിട്ട് പറയും നദിയെ വിശുദ്ധീകരിക്കാനാണ് ഈ ചെയ്യുന്നത്. അവർക്ക് അതൊരു ആചാരമാണ്, വിശ്വാസമാണ്. എന്നാൽ പുറത്തു നിന്ന് നോക്കുന്ന പലർക്കും അത് ഒരു അതിക്രമമായിട്ടാണ് തോന്നുന്നത്. ഇനി നമുക്ക് വേറൊരു വീഡിയോ കാണാം. 11,000 ലിറ്റർ പാലാണ് നദിയിലേക്ക് ഒഴുക്കിക്കളയുന്നത്. ഇതും ആചാരത്തിന്റെ പേരിലാണ്. ഈ 11,000 ലിറ്റർ പാല് നദിയിലേക്ക് ഒഴുക്കിക്കളയുമ്പോൾ ഈ നദി അങ്ങ് വിശുദ്ധീകരിക്കുകയാണ്, നദി ശുദ്ധമാക്കുകയാണ് എന്നാണ് പറയുന്നത്. ആചാരത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ ഇതുപോലെ നെയ്യും പാലും ഒക്കെ നദിയിൽ ഒഴുക്കിക്കളയുന്നത് ഒരു അനാചാരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ നാട്ടിൽ തന്നെ എത്രയോ പേരാണ് ഒരു നേരത്തെ ആഹാരത്തിന് വലയുന്നത്. ഇത്രയും പാല് 11,000 ലിറ്റർ പാലാണ് ആ ഒഴിച്ച് കളയുന്നത്. ഇത്രയും പാല് നദിയിലേക്ക് ഒഴുക്കുമ്പോൾ ഒരു ഗ്ലാസ് പാലിനായിട്ട് കാത്തിരിക്കുന്ന കുട്ടികൾ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകുന്നു. ഒരു ഭാഗത്ത് നമ്മൾ നോക്കിയാൽ പാല് വെള്ളത്തിലേക്ക് ഒഴിക്കുന്നു, ആ നദിയുമായിട്ട് അത് കലരുന്നു. മറുഭാഗത്ത് ഒരു കുട്ടി ഒരു ഗ്ലാസ് പാലിനായിട്ട് സ്വപ്നം കാണുന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇത്രയും പാല് ഇവർ നദിയിൽ ഒഴുക്കി കളയുന്നു. 11,000 ലിറ്റർ പാലാണ് ഒഴുക്കി കളയുന്നത്. 165 ലിറ്റർ നെയ്യാണ് ഒഴുക്കി കളയുന്നത്. എന്നിട്ട് പറയുന്നത് ഇത് ഭക്തിയാണ്, ആചാരമാണ് എന്ന്, വിശ്വാസമാണ് എന്ന്. ഇത്രയും പാലും നെയ്യും ഒക്കെ നദിയിൽ ഒഴിച്ചാൽ ആ നദി വിശുദ്ധീകരിക്കും, നദിയെ ശുദ്ധമാക്കാനാണ് ഈ ചെയ്യുന്നതെന്ന്. ഇത്രയും പാലും ഇത്രയും നെയ്യും ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ കൊണ്ട് കൊടുത്തിരുന്നുവെങ്കിൽ അവിടുത്തെ അന്തേവാസികൾക്ക് അതൊരു അനുഗ്രഹമായേനെ. ഒരു നേരത്തേക്കെങ്കിലും പോഷക ഗുണമുള്ള ആഹാരം അവർക്ക് കിട്ടുമായിരുന്നു. അത് ചെയ്യാതെ ഈ നദിയിൽ ഒഴുക്കി കളഞ്ഞാൽ എവിടെയാണ് ദൈവപ്രീതി കിട്ടുക, ദൈവം അനുഗ്രഹിക്കുക? എങ്ങനെയാണ് ആ നദി ശുദ്ധീകരിക്കുക? ആ നദിയിൽ ആ നെയ്യ് ഒഴിക്കുമ്പോൾ നമുക്ക് കാണാം പാട കെട്ടിക്കിടക്കുന്നത്. നെയ്യ് ഒഴിച്ചാൽ എങ്ങനെയാണ് നദി ശുദ്ധീകരിക്കുക? അപ്പൊ ഇതിനെ നമുക്ക് ഭക്തി എന്ന് പറയാൻ പറ്റുമോ? ഇതിനെ നമുക്ക് ആചാരമെന്ന് പറയാൻ പറ്റുമോ? ഇതൊരു അനാചാരമായിട്ടല്ലേ നമുക്ക് തോന്നുക? ഈ ഒരു വീഡിയോ കണ്ടോ? അതിൻ്റെ ചുണ്ടിലിരിക്കുന്നത് സിഗരറ്റാണ്. സിഗരറ്റ് ഒക്കെ ചുണ്ടിൽ വെച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഇത് എവിടുത്തെ ആചാരമാണ്? ഏത് ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ് ഇങ്ങനെ കാണിക്കുന്നത്? എന്ത് മെസ്സേജാണ് ഇവർ കൊടുക്കുന്നത്? ഇതൊക്കെയാണോ ഭക്തി? ഇതൊക്കെയാണോ ആചാരം? നമ്മൾ ഇതിനെ വിമർശിച്ചു കഴിഞ്ഞാൽ ഉടനെ വരും പൊങ്കാല ഇടാനായിട്ട്. എന്തുമാത്രം ആൾക്കാരാണ് നമ്മൾ തെറി പറയുന്നത്. സമൂഹത്തിൽ നടക്കുന്ന അനാചാരങ്ങളെയും അതിക്രമങ്ങളെയും നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമുക്കെതിരെയാണ് ആക്രോശിച്ചുകൊണ്ട് ആളുകൾ വരുന്നത്. നമ്മൾ പറയുന്നതിൽ സത്യമുണ്ടോ എന്ന് ഒരു തവണ പോലും ഇവരാരും ചിന്തിക്കാറില്ല. ഒരുപാട് അനാചാരങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ കേരളത്തിലും നടക്കുന്നുണ്ട്. പണ്ടെങ്കിലും നമ്മുടെ കേരളത്തിൽ ഇത്രയധികം അനാചാരങ്ങളില്ലായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഈ വക അനാചാരങ്ങൾ നടക്കുന്നുണ്ട്. ഒരു മതത്തെയോ ആചാരത്തെയോ നമ്മൾ താഴ്ത്തി കെട്ടാനല്ല ശ്രമിക്കുന്നത്. മതവും ആചാരവും ഒക്കെ വളരെ നല്ലതാണ്. പക്ഷെ നമ്മളിങ്ങനെ പാലും പഴങ്ങളും അതുപോലെ തന്നെ നെയ്യും ഒക്കെ നമ്മൾ നദിയിലേക്ക് ഒഴുക്കി കളയുമ്പോൾ, പാഴാക്കി കളയുമ്പോൾ അതിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് മനുഷ്യർ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർത്തു വെക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഹൈപ്പ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.